മലയാള സിനിമ ബാലനിൽ നിന്നും ബാലേട്ടനിലെത്തി, പിന്നെയും സഞ്ചരിച്ചു. പക്ഷെ ഇന്നത്തെ കാലം മലയാള സിനിമയുടെ സുവർണകാലമല്ല എന്നുള്ളത് വാസ്തവം. റിലീസാകുന്ന എല്ലാ സൂപ്പർ താര സാധാ താര സിനിമകളും 8 നിലയിൽ പൊട്ടുന്നതെങ്ങനെ എന്നറിയാൻ നേരറിയാൻ എത്തി സാധുരാമയ്യ. ഹരി, കേരളത്തിൽ എത്ര തിയേറ്ററുകളുണ്ട്? അത്രയും തിയേറ്ററുകളിൽ ഒരു ഡമ്മി ഷോ നടത്തണം. എന്നിട്ട് അവിടെ വരുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യണം. ഡമ്മി ടു ഡമ്മി ക്വസ്റ്റ്യനിങ്. ഈ ഡമ്മി ടു ഡമ്മി പരിപാടി ഇനിയും നിർത്താറായിട്ടില്ലേ സാർ? കാലം ഇത്രയും ആയിട്ടും. കൊള്ളാം. അധികം സംസാരിച്ച നിന്നെ മാറ്റി ഡമ്മിയെ ഞാൻ അസിസ്റ്റന്റ് ആക്കും. ഓക്കെ, ഡു വാട്ട് ഐ സേ. കേരളത്തിൽ അങ്ങനെ സിനിമ ഹിറ്റാകാത്തതിന്റെ കാരണം കണ്ടെത്താൻ ഒടുവിൽ സാധുരാമയ്യരെത്തി. തിയേറ്ററുകളിൽ നിന്ന് സിനിമ കണ്ടിറങ്ങുന്നവരെ വിശദമായി ചോദ്യം ചെയ്തു. ഒടുവിൽ സാധുരാമയ്യർക്ക് ഒരു സത്യം മനസ്സിലായി. സിനിമയുടെ വിജയവും പരാജയവും നിർണ്ണയിക്കുന്നത് സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലൂടെയും അല്ലാതെയും ഇന്റർനെറ്റിൽ വരുന്ന കമന്റുകളാണ്. ഹരി, തനിക്ക് ഫേസ്ബുക്കിൽ എത്ര ഫ്രണ്ട്സ് ഉണ്ട്? എനിക്കറിയാവുന്ന 2 ഫ്രണ്ട്സ് സാർ. എന്റെ ഭാര്യയും പിന്നെ എന്റെ മോൻ വിക്കിയും. എന്താ ഇതൊന്നും പോരുന്നുണ്ടെങ്കിൽ സാറിന്റെ ഫ്രണ്ട് ഡമ്മിയെ കൂടി ചേർക്കാം. Is that enough? എടോ, മണ്ടത്തരം പറയാതടോ. ലിസൺ ടു മി ഹരി. ഫേസ്ബുക്കിൽ സജീവമാകണം. ഓരോ മലയാള സിനിമ റിലീസാവുമ്പോഴുമുള്ള ജനങ്ങളുടെ കമന്റും മറ്റും വാച്ച് ചെയ്യണം. അതിൽ 3 കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റൂ? ലൈക്ക്, കമന്റ്, ഷെയർ. ഒന്നുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വരെ അതിൽ സജീവമായേനെ. ഡിസ്ലൈക്ക്. കൊള്ളാം ഹരി. ഇനി എന്നെ ഫേസ്ബുക്കിൽ വിളിച്ച് പറയാം തനിക്ക് വേണ്ടി ഡിസ്ലൈക്ക് ഉണ്ടാക്കി വെക്കാൻ. പോടൂ. അങ്ങനെ സാധുരാമയ്യർ അന്വേഷണം ആരംഭിച്ചു. സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലൂടെ നല്ല സിനിമയ്ക്കും നെഗറ്റീവ് റിവ്യൂ നൽകുന്ന ഒരു സംഘത്തെ അദ്ദേഹം കണ്ടെത്തി. അന്വേഷണം പുതിയ വഴിത്തിരിവിലെത്തി. എൻ്റെ മുന്നേ മോനെ, ഞങ്ങൾക്കൊന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ ഈ കമൻറ്റും ഒക്കെ പല വെബ് റിവ്യൂന്ന് കിട്ടണതാ. ക്രിട്ടിക്കൽ ജയന്ത്രെന്നോ മറ്റേ വെബ്സൈറ്റിലൊക്കെ ക്രിട്ടിക്കലൊക്കെ എഴുതുന്നില്ലേ, ഈ റിവ്യൂ എഴുതുന്ന അങ്ങനെ ആരോ. അത് ഞങ്ങൾ ഫോർവേഡ് ചെയ്യും. അതങ്ങ് ചെയ്ത ചാറാ ലൈക്കും ചാറാ കമൻറ്റും പിന്നെ ഷെയറിങ്ങും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് റിക്വസ്റ്റോ അത് കേമം. ഹരി, എന്ത് വില കൊടുത്തും എത്ര ഡമ്മി ചെലവാക്കിയും ക്രിട്ടിക്കൽ ജയന്ത്രൻ എന്റെ കൺമുമ്പിൽ എത്തിക്കണം. മനസ്സിലായല്ലോ സാർ? അതൊരു ക്രിട്ടിക്കലായ ജോബാണ്. അദ്ദേഹത്തിനെ കുറിച്ച് സാറിന് ഒന്നും അറിയാത്തോണ്ടാ ഇപ്പൊ നമ്മൾ പറഞ്ഞതുവരെ അവൻ ക്രിട്ടിക്സൈസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അന്വേഷണത്തിനൊടുവിൽ അവർ ആ ക്രിട്ടിക്കിനെ കണ്ടെത്തി. കമോൺ ടെൽ മീ, എന്തിനാടോ നല്ല സിനിമകളെ കുറിച്ച് പോലും ഇന്റർനെറ്റിൽ നെഗറ്റീവായി എഴുതുന്നത്? എന്റെ സാറ്, നല്ലത് പറഞ്ഞ ആരും കേൾക്കില്ല. കുറ്റം പറഞ്ഞാലും 1000 പേര് കാണും കേൾക്കാനും പറയാനും. പിന്നെ എന്റെ ജോലി കുറ്റം പറച്ചിലാണല്ലോ. പിന്നെ ഞാൻ എങ്ങനെയാ സിനിമയെ പറ്റി നല്ലത് പറയണം? എന്റെ അഭിപ്രായത്തില് ഞാൻ അടക്കമുള്ള ക്രിട്ടിക്സ് ഓൺലൈനിൽ വന്ന് നല്ല സിനിമയെ കുറിച്ച് നല്ലത് പറയണമെങ്കിൽ അമ്മാതിരി സിനിമകൾ വരണം. ക്ലാസിക് മൂവീസ്. മനസ്സിലായോ? കൊള്ളാം. അങ്ങനെ ഒരു സിനിമ എടുക്കാൻ തന്നെ കൊണ്ട് പറ്റുമോ? ഇല്ല, എവിടെ പറ്റാൻ? ഞങ്ങൾക്ക് കുറ്റം പറയാനല്ലേ അറിയൂ. കുറ്റം പറഞ്ഞ് നമ്മൾ ജനങ്ങളെ തിയേറ്ററിൽ നിന്നും അകറ്റി നിർത്തും. അതല്ല ഞങ്ങളുടെ ഒരു ത്രിൽ. പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ പോലുള്ള ക്രിട്ടിക്സിൽ നിന്നും മലയാള സിനിമ രക്ഷിക്കാൻ ഇനി ഒറ്റ വഴിയുള്ളൂ. ഇനി സിനിമ റിലീസായ ഒരാഴ്ചക്കാലം സിനിമ കാണുവാൻ പ്രേക്ഷകർക്ക് എൻട്രൻസ് പരീക്ഷ വെക്കണം, കോച്ചിങ് നൽകണം, പടത്തെക്കുറിച്ച് ബോധവാന്മാരാക്കണം. ശരിയാണ് സാർ. ഇനി തിയേറ്ററുകളിൽ ആദ്യ ആഴ്ച സിനിമ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സായവർ മാത്രമേ സിനിമ കാണത്തുള്ളൂ. ഞാനും ഈ പരീക്ഷ ഒന്ന് എഴുതിക്കോട്ടെ. ഹരി, നീ SLC പാസ്സാവാത്ത കാര്യം മറക്കണ്ട. അങ്ങനെ നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ പരീക്ഷ പാസ്സായി. സത്യസന്ധമായ അഭിപ്രായങ്ങളിലൂടെ നല്ല സിനിമകൾ വീണ്ടും ഹിറ്റായി. മലയാള സിനിമയുടെ സുവർണകാലം തിരിച്ചു വന്നു. നീയൊക്കെ പഠിച്ചോ? നാളെ അടൂരിന്റെ സിനിമ കാണാനുള്ള പരീക്ഷയാ. ചോദ്യം നമ്പർ 1. അടൂരിന്റെ 4 പെണ്ണുങ്ങൾ സിനിമയിൽ ആദ്യത്തെ നായികയുടെ പേരെന്താ? ശ്വേത അല്ല ഡാഡി. എടാ, നായികയുടെ പേരല്ല, കഥാപാത്രത്തിന്റെ പേരാ. ഓ, ഇവൻ ഇത്തവണയും തോക്കും.